എന്റെ അമ്മേ. നമ്മുടെ ഹരിക്കുട്ടൻ ജയിച്ചടാ. നല്ല ഫസ്റ്റ് റാങ്ക് കിട്ടി ജയിച്ച്. ഗുണ്ടെടുത്ത് കത്തിക്ക് തെരുവ് നടക്കട്ടെ. ഇതാ കോളനിക്കാര് പടക്കം പൊട്ടിക്കുന്നതാ. പടക്കം പൊട്ടിക്കുന്നതാ വിശേഷിച്ച്. ഉണ്ടാക്കിയ പടക്കം പൊട്ടുപോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തായിരിക്കും. സൺമനസ് ഉണ്ട്, നീ എനിക്കൊരു ചായ താടി. അതിന് നേരം കാലൊന്നും വേണ്ടേ? എന്ത് ചായ കുടിക്കാനോ? അല്ല, ഞാൻ പടക്കം പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ? എന്നിട്ട് വേണം അവന്മാര് ചിരട്ട കുണ്ടന്റെ നെഞ്ചാങ്കോട്ടേക്കിട്ട് പൊട്ടിക്കാൻ. അപ്പൊ നിനക്ക് സന്തോഷാവുമല്ലോ. എടി, അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ. ഓ, ഞാൻ കക്കൂസി പോട്ടെ. നീ എവിടെ വരുന്നത്? പോയി ചായ ഇട്ടുണ്ടോ അടി. ഓ, രാത്രി കഴിച്ച സൂത്രം ശരിയായില്ല എന്ന് തോന്നുന്നു. ഓ, അനങ്ങാതെ അടക്കുക. ആരാ? എല്ലാരും ഓടി വരണേ. എന്താടാ? ഒരു കള്ളനങ്ങാട് ഓടിയിട്ടുണ്ട്. എന്താ തിരിച്ചോടുന്നേ? ഇവിടെ ഒരു കിണറുണ്ടായാലും കൂടിയാ. ഒരു കള്ളനിങ്ങാട് ഓടി കയറിയിട്ടുണ്ട്. ഇത്രയും വീടുകൾ ഉണ്ടായിട്ട് ഈ വീടേ കണ്ടുള്ള ഓടിച്ചു കയറ്റാൻ. കള്ളനിന്റെ അടിയിലുണ്ട്. ഇത് ഫ്ലൂട്ട് വായിക്കാനുള്ളതല്ല, ഉണ്ടയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ടോ, ഇറങ്ങി വാടാ വെളിയിൽ. പണി ഉണ്ടാക്കരുത്. അയ്യോ, ചെവിടിയേക്കില്ലേ? അയ്യോ മോനെ, നീയോ? എന്തിനാടാ നീ ഇവിടെ വന്നത്? പറയണം. കക്കാനല്ലാതെ എന്തിനാ ഈ ഏരിയയിലെ സകല മോഷണം നടത്തിയത്? അയ്യോ, ഞാൻ കള്ളനല്ല. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് കിടക്കുന്ന സ്വഭാവമുണ്ട്. സോമരാജപുലിസം. എന്ത്? സോമനാംബുലിസം. ആർക്ക്? ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ട. എടാ, നീ സത്യം പറ. ഇല്ല, ഇവരെല്ലാരും ചേർന്ന് നിന്നെ പെരുങ്കള്ളനാക്കും. എന്തിനാണ് അവിടെ ഞാൻ ശ്രീകുട്ടിയെ കാണാൻ. ശ്രീകുട്ടിയെ കാണാൻ? അതെ. എന്തിന്? ഞങ്ങളമ്മ ഇഷ്ടത്തില. ആ വെടിക്കെട്ട് ശാലയിലെ പെണ്ണിനെ ഇതിലും ഭേദം നീ കക്കാൻ കയറി എന്ന് പറയുന്ന. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. തൽക്കാലം ഒന്ന് പിരിഞ്ഞു പോകും. ഒരച്ഛന്റെ വേദന മനസ്സിലാക്കണം. വേണം അതിന്റെ മോനെ എല്ലാവരും പിരിഞ്ഞു പോകും. കൊള്ളിച്ചിടിക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടല്ല. ഈ തടി ഇത്രയും പെരിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം പണം ചെലവാക്കിയെന്നറിയോ? കോപരോഗി. നിന്നെ മര്യാദ ഉടുപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. നാടുള്ളൊരു മുമ്പ് നാട് വിട്ടോണം. കുറച്ചുകാലം മലയിടിക്കുള്ളത് എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കും. മോനെ, ഇത് അമ്പഴങ്ങ അച്ചാറ്. കുറച്ചു നേരം ഒന്ന് അപ്പം മുട്ട ഉണ്ടാക്കി അപ്പം മുട്ടേ പൊടി. അത് മുഴുകിക്കോട്ടെ. അവനോട് ഇരിക്കാൻ പോവാ. എങ്ങോട്ട് പോവാ? ഗേറ്റ് ഇല്ല. എന്തിന് ഗേറ്റ്? മതിലിയാടുവോ? അയ്യോ, മതിലിയാട അറിഞ്ഞുവിടാത്ത ഒരു മോൻ. നിന്റെ അല്ലേ സാധനം. ലൈറ്റ് ഇടട്ടെ. പൊടി, അതൊന്നും വേണ്ട. ദാ മതില്. ടെക്നിക്കൊന്നും പറഞ്ഞു തരണ്ടല്ലോ. രണ്ടുപേരില്ലെന്നറിയാ. അപ്പനക്ക് പറന്നാ ഇപ്പിടി പറക്കണം. കൊള്ളിപ്പിശാച്. ചാടിച്ചത് വെറുതെ ആയോ? തന്തയും കൂടി കണ്ട് ചാടിക്കോ. കൊറേ കാലമായി ഞാൻ ഈ പണി നിർത്തിയിട്ടു. ഞാൻ ചാടണോ? പറ്റുമോ? ചാടിക്കോ. വേണ്ട. താങ്ക്സ്. മോനെ എങ്ങോട്ടാണാവോ പാക്ക് ചെയ്യുന്നത്? അവന്റെ അമ്മയുടെ വീട്ടിലേക്ക്. അല്ല, അമ്പലത്തിലേക്ക്. ബാഗിൽ നാളികേരാ ഗണപതി കൊടക്കാൻ. ഒതുക്കി കുഴപ്പം ഉണ്ടാക്കരുത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇനി ഇപ്പൊ ലോട്ടറി അടിച്ചാലും ശരി, ശ്രീകുട്ടി അവന് പിടിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അവൻ വെറും മൊണ്ണയുടെ തന്തയുടെ വാക്ക് കേട്ട് കിടക്കുന്ന മൊണ്ണ. ശരിയാ, വെറും എല്ലാവർക്കും എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനൊരു ടൈപ്പാ. എന്നാൽ അച്ഛനെ വിഷമിപ്പിക്കാനും എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയുടെ കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലം എൻ്റെ പേരിലുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് തരാം. ആരും അറിയണ്ട. അത് വേണ്ട, അത് ശരിയാവില്ല. ഇത് പറയാനുള്ള മനസ്സുണ്ടായല്ലോ, അത് മതി.
ഇവനാള് കുഴപ്പമില്ലല്ലേ? അതെ, ഇവൻ ആള് മൊണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. അല്ല, തന്തയുടെ ചെറ്റ സ്വഭാവം ഇല്ലാന്ന് പറയായിരുന്നു. ഇവൻ നമ്മുടെ ശ്രീകുട്ടിയെ പൊന്നു പോലെ നോക്കും. അപ്പൊ ഇനി ചക്രം ഉണ്ടാക്കണം. ഇതല്ല മാമ, ക്യാഷ് ക്യാഷ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? തള്ളവരല്. അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടങ്കൈയാണ് ഞാൻ. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? ആ ബൈ ദ ബൈ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. അതെ. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചിലർ. അല്ല, അപ്പൊ ഈ മണവാളൻ ആൻസൻസ് എന്നുള്ള ബോർഡ് എന്താ? ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. നാട്ടിലൊരു ലേബൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മണവാളൻ സൺസ് എന്ന ബോർഡും ഈ സ്ഥാപനവും പിന്നെ ഈ പൈപ്പും. ആസ് വെൽ ആസ് ഞാൻ സത്യം പറയട്ടെ, പറയൂ. ഫൈനാൻസിയേഴ്സിന്റെ ഇടയിൽ ഞാനൊരു കന്യകനാണ്. ഞാൻ ഇന്നേ വരെ ആർക്കും 10 പൈസ കൊടുത്തിട്ടില്ല. ഈ ദീപാവലി എന്ന് പറയണത് ഞങ്ങള് പടക്കക്കാരുടെ ചാകരയാണ്. ഇച്ചിരി കാശി പടക്കത്തിൽ എറിഞ്ഞ 4 ഇരട്ടി കോരാ. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as reason as possible. Yes. ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ആ ദവിടെ, ആ ദിവിടെ, ആ ദതിന്റെ ദപ്പുറത്ത്. ആ എല്ലാ വിരലുകളും പതിച്ചേക്കൂ. തള്ളവിരൽ, ചെറുവിരൽ, ചൂണ്ടുവിരൽ, ചൂണ്ടാത്ത വിരൽ, മുച്ചാനുവിരൽ, നടുവിരൽ എല്ലാം പതിച്ചേക്കൂ. വെടിക്കെട്ടിന്റെ പരിപാടിയാണല്ലോ. ഏത് വിരലാ എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി. ആ മതി മതി, ആ മതി മതി. അല്ല, ഈ പേപ്പർ ഒരുപാടുണ്ടല്ലോ. മണിയും ഒരുപാടുണ്ടല്ല. ഇതെന്റെ കടിഞ്ഞൂൽ കൊടുപ്പാണ്. കറക്റ്റായിട്ട് തിരിച്ചു തന്നു. കടം മേടിച്ചാൽ കൊടുക്കാത്തവർക്ക് നീ ഒരു മാതൃകാ പുരുഷോത്തമനാകണം. ഞാൻ നാളെ മോർണിംഗ് പ്ലെയിനിൽ ദുബായിക്ക് പോകും. അപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് ഇല്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. അയ്യോ. അപ്പോ മുതലും പലിശയും ചേർത്ത് ഇരട്ടിയാവും. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. അതിനെന്തിനൊപ്പിടണ? ഞാൻ നിങ്ങൾക്ക് കാശ് തന്നു എനിക്കൊരു ഉറപ്പുണ്ടേ. ഞാൻ ആരാ? മുതല്. ஹலோ, நான் திருநெல்வேலி இருந்து ஆல்டிப்பட்டி பேசுறேன். சொல்லுங்க அண்ணை. நான் இங்க இருந்து ஒரு 1 லட்சம் கொரியர் அனுப்பியிருக்கேன். அங்க கிடைச்சதா இல்லையா? அண்ணை கிட்டி, ரொம்ப தேங்க்ஸ். ஆமா ஆமா, ஆர்டர் இல்ல, அப்புறம் சொல்றேன். நீங்க போன் வச்சிருங்க. எஸ்டிடி அப்பா, எஸ்டிடி. എന്താടോ? സർട്ടിഫിക്കറ്റ് ആണ് സാർ. സാർ, ലോണിലുള്ള എല്ലാ പേപ്പേഴ്സും റെഡിയാണ് സാർ. ഇത് പൊസഷൻ സർട്ടിഫിക്കറ്റ്, ഇത് കുടികട സർട്ടിഫിക്കറ്റ്, ഇത് കരമടച്ച സർട്ടിഫിക്കറ്റ്, ഇത് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ്, ഇത് വില്ലേജ് ഓഫീസറുടെ സാങ്ഷൻ. ഇത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ലോൺ തിരിച്ചു പിടിക്കുന്നുള്ള സെക്യൂരിറ്റി. ഇതൊക്കെ അക്കൗണ്ടിനെ ഏൽപ്പിച്ചു. ഓ സാർ, എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ കഴിയട്ടെ. ആ വെരിഫിക്കേഷൻ വെരി ലേറ്റ് ആക്കരുത്. ശ്രമിക്കാം. ഓ, അതുവരെ പിടിച്ചു നിൽക്കാൻ ഒരു ഓടി പാസ്സാക്കി തരും. കാശിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. ഓടി പാസ്സാക്കുള്ള ഡീലിങ്സ് നിങ്ങൾക്ക് ബാങ്കുമായിട്ടില്ല. അയ്യോ, എന്നാ ഇപ്പോഴത്തെ ഒരു ചെക്കില്ലേ, അതൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരൂ. വന്നേ, എനിക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. താൻ പോയി അക്കൗണ്ടിനെ കാണും. ഇയാളുടെ തല പോലെ തന്നെ മനസ്സ്. ബുദ്ധിമുട്ടായില്ലല്ലോ.